എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ എമ്പുരാൻ വിജയകരമായിട്ട് ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ. ഇന്നലെ പെരുന്നാൾ ദിനത്തിൽ ബുക്ക് മൈ ഷോയിലൂടെ എമ്പുരാന്റെ പേരിൽ വിറ്റുപോയത് ഏകദേശം 2,52,000 പരം ടിക്കറ്റുകളാണ്. എമ്പുരാന്റെ 6ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച കേരള പ്രീസെയിൽ കളക്ഷൻ റെക്കോർഡ് കുതിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 8,000 സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. തിയേറ്ററുകളിൽ വിജയകരമായിട്ട് 6ാം ദിവസം എത്തിയ മലയാളത്തിന്റെ എമ്പുരാൻ കേരളത്തിൽ മാത്രം ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഷോ കൗണ്ടുകളുടെ എണ്ണം 16,954 ഷോകളായി ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയധികം ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ കേരളത്തിൽ മാത്രം ഓഡിയൻസ് ആയി ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 33 ലക്ഷത്തിൽ പരം ഓഡിയൻസ് ചിത്രം കണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി എന്ന് പറയുന്നത് 76%. എമ്പുരാൻ സിനിമയുടെ 6ാം ദിവസമായ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ അഡ്വാൻസ് പ്രീസെയിലൂടെ ട്രാക്ക് ചെയ്ത ഷോ കൗണ്ടുകളുടെ എണ്ണം 2,344 ഷോകളാണ്. ഇതുവരെ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഇന്ന് വിറ്റുപോയിരിക്കുന്നത് 3 ലക്ഷത്തിന് മുകളിലുള്ള ഓഡിയൻസ് ആണ്. ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 50% മുകളിലാണ്. ഇതിനോടൊപ്പം തന്നെ 7 ഹൗസ്ഫുൾ ഷോകളും 110 ഓൾമോസ്റ്റ് ഫിൽ ഷോകളും 362 ഫാസ്റ്റ് ഫിൽ ഷോകളും കേരള ബോക്സ് ഓഫീസിൽ ആഡ് ചെയ്തു കഴിഞ്ഞു. 6ാം ദിവസത്തെ ഈ സമയം വരെയുള്ള കേരള ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത് 5,31,00,000 രൂപയാണ്. അതായത് എമ്പുരാന്റെ 6ാം ദിവസം ഇന്ന് വർക്കിംഗ് ഡേയിലും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ മികച്ചൊരു കളക്ഷൻ നേടാൻ സാധിക്കുമെന്ന് ഇന്നത്തെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഉറപ്പായി നമുക്ക് പറയാൻ സാധിക്കും. ആദ്യ 5 ദിവസം കേരള ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന ചിത്രം 5 ദിവസങ്ങൾ കൊണ്ട് 50 കോടി ക്ലബിലും ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 5 ദിവസങ്ങൾ കൊണ്ട് 200 കോടി ക്ലബിലും ഇടം നേടി കഴിഞ്ഞു. ഏതായാലും വരും മണിക്കൂറിൽ എമ്പുരാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.